പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഗർഭിണി തീ കത്തിച്ചു മരിച്ച സംഭവം വലിയ വിവാദമായി. അതിനകത്ത് മേപ്പയൂർ പോലീസ് അന്വേഷണം നടത്തുകയാണ്. പുതിയൊരു വിവരം പുറത്തേക്ക് വരുന്നു. കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട സോനയെ പോലെ ഒരു സ്ത്രീ അവിടെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ കന്നാസിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നു. അത് കേസിൻ്റെ അന്വേഷണം അടിപൊളി മാറ്റുന്നതാണ്. പക്ഷേ അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം. അവരുടെ ലുക്ക് സോനയെ പോലെ ആണ് എന്ന് പറയുന്നു. ഒരു കറുത്ത സൽവാറും കമ്മീസും ഇട്ട വേഷത്തിലാണ് അവർ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചു പോകുന്നത്. 60% പൊള്ളലേറ്റ് ആശുപത്രി കഴിയുന്ന രജിൻലാലിനെ പോലീസ് ചോദ്യം ചെയ്തപ്പം രജിൻലാൽ പറയുന്നത് കാറിൻ്റെ പിന്നിൽ നിന്നും പെട്രോളിൻ്റെ മണം അയാൾക്ക് അനുഭവപ്പെട്ടു. പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു 6-7 മാസം ഗർഭിണിയായ സോന. പിൻസീറ്റിൽ നിന്ന് മണം വന്നപ്പോൾ എന്താണ് ഇങ്ങനെ മണം വരുന്നത് എന്ന് ചോദിച്ച് കഴിയുന്നതിന് മുമ്പേ പിന്നിൽ തീ പടർന്നു. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായെന്നാണ് ഭർത്താവായ സജിൻലാലിൻ്റെ മൊഴി. അപ്പോൾ സജിൻലാൽ അറിയാതെയാണോ ഈ പെട്രോള് കത്തിയത്? എന്നാൽ ഇവർ തമ്മിലുള്ള ജീവിത രീതി, നേരത്തെയുള്ള പരിചയപ്പെടൽ, ഓൺലൈനിൽ പരിചയപ്പെട്ടു. അങ്ങനെ ആ ബന്ധം അങ്ങ് വളർന്നു. അങ്ങനെ കല്യാണം കഴിക്കാറായപ്പം അയാൾ ആ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങി വേറൊരു സ്ത്രീയുമായിട്ട് അയാൾക്ക് അടുപ്പമുണ്ടെന്ന് ഈ പെൺകുട്ടി കണ്ടെത്തി. ഈ പെൺകുട്ടിക്ക് മാനസികമായ വലിയ പ്രശ്നമുണ്ടായി. കാരണം ഓൺലൈനിലൊക്കെ ആകുമ്പം വീട്ടുകാർക്കൊന്നും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണല്ലോ ആ കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ ആ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹ ഇതര ബന്ധത്തിലേക്ക് പോയി ചാടുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇയാളുമായിട്ട് ഓൺലൈനിൽ പരിചയപ്പെട്ട് അങ്ങനെ ഇരുവരും കല്യാണം കഴിക്കുകയായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിൽ നിരാശയുണ്ട് ആ പെൺകുട്ടിക്ക് ഇപ്പോഴും. കാരണം വേറെ ഒരു 1-2 സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അവർ കണ്ടെത്തി. അതിനുശേഷം അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതിനുശേഷം അവർ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അവർ റെയിൽവേയിൽ പോയി തലവെക്കാൻ പോയി. അങ്ങനെ ചർച്ചകളൊക്കെ നടത്തിയും പിടിച്ചുമൊക്കെ ആ വിവാഹം നടന്നു. ഇപ്പോൾ അവർ 6-7 മാസം ഗർഭിണിയാണ്. ഈ ഭർത്താവ് അല്ലെങ്കിൽ രജിൻലാൽ ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോയി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം വരുന്ന വാർത്ത അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ഇവർ. ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് വൈകിട്ടോടെ ഇയാൾ വിളിച്ചുകൊണ്ട് വന്നെന്നാണ് പറയുന്നത്. ആശുപത്രിയിൽ പോയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പോയിരിക്കാം, ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചെടുക്കി പോയി ആശുപത്രിയിൽ പോയി കാണിച്ചിരിക്കാം. പക്ഷേ ഇവരെ പിൻസീറ്റിൽ വന്ന് മനഃപൂർവ്വം കയറി ആ സമയത്ത് കന്നാസിലോ അല്ലെ കുപ്പിക്കകത്തോ അല്ലെ ഏതെങ്കിലും പാത്രത്തിലോ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിനകത്തോ പെട്രോൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഭർത്താവ് അറിഞ്ഞില്ല എന്നുള്ള ഒരു വാദഗതിയും കൂടെ വരുന്നു. പെട്രോളിൻ്റെ മണം വരുന്നല്ലോ എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഭാര്യയെ ചതിച്ചു എന്ന് ചിലപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. കാറ് കത്തി ഇയാൾ ചാടി ഇറങ്ങി വെള്ളത്തിൽ ചാടി, ഇതൊക്കെ അങ്ങനെ ആകാം. അതിന് ക്ലാരിറ്റി വേണം. പിന്നെ ഇയാൾ സൂത്രത്തിൽ അവരെ കൊണ്ട് പെട്രോൾ വാങ്ങിപ്പിച്ച് വെച്ചോ? ഭർത്താവുമായിട്ടുള്ള ബന്ധം മോശമായ രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവർ ജീവിതം അവസാനിപ്പിക്കണം, ഭർത്താവിനെ കൊന്നിട്ട് ജീവിതം അവസാനിപ്പിക്കണം തീരുമാനിച്ചതിൻ്റെ അർത്ഥത്തിൽ അവർ ചെയ്ത പ്ലാനാണോ? അവർ പെട്രോൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ വെച്ച് ആ പെട്രോൾ തൻ്റെ വാനിറ്റി ബാഗോ അല്ലെങ്കിൽ താനെ വീട്ടിലോട്ട് ഭർത്താവ് ഒത്ത് പോകുന്ന സമയത്ത് എടുക്കുന്ന ചെറിയ ബാഗിനകത്ത്, അപ്പം കന്നാസ് വേണ്ട, കുപ്പി വേണ്ട, ഒന്നും വേണ്ട, പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടാൽ മതി. കത്തിക്കാനും വളരെ എളുപ്പമാണ്. പിന്നിലിരുന്ന് കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ പിന്നിലിരുന്ന് അവരുടെ ബാഗ് തറയെ വെച്ച് അല്ലെങ്കിൽ കാറിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ട്
അവർക്ക് പതുക്കെ ഒരു തീപ്പെട്ടി മതിയല്ലോ, അല്ലെങ്കിൽ ഒരു ലൈറ്റർ മതിയല്ലോ, കത്തിച്ചാൽ അപ്പം തന്നെ. പക്ഷെ അവർ തുറന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അർത്ഥം അതിന് ശേഷമാണ് അവർ കത്തിച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ സംശയാസ്പദമായ രീതിയിലാണ് ആ കേസിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇത് അവർ ഭർത്താവിനെ കൊന്നിട്ട് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കും. 99% ഇതുപോലെയുള്ള ബന്ധങ്ങൾ ശിഥിലമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയെ നൂറ്റാണ്ടുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പ്രാചീന കാലം മുതൽ ഇതൊക്കെ ചെന്ന് ആ കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ ട്രൈബ് സമയത്തോ, അല്ലെങ്കിൽ അവരുടെ കാട്ടിക്കഴിയുന്ന സന്ദർഭത്തിലോ, അല്ലെങ്കിൽ അവർ പുരോഗതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ആയിപ്പോയി. ക്രമേണ ഇന്ത്യയിലെ കുടുംബ പാരമ്പര്യം വീട്ടുകാരെ ആലോചിച്ച് വിവാഹം കഴിക്കാനുള്ള നടപടികൾ വന്നപ്പം കുടുംബത്തിൻ്റെ ഭദ്രത കൂടി. അങ്ങനെയാണ് ആ പാരമ്പര്യം ഉണ്ടായത്. അതിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ അവർക്കിഷ്ടമുള്ള പുരുഷൻ്റെ പുറകെ പോകും. ചിലപ്പോൾ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പരിചയം പുതുക്കുന്നതിനിടയ്ക്ക് വേറൊരു പുരുഷനെ കണ്ട് അയാളാണോ കൊള്ളാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഇയാളെ തഴഞ്ഞിട്ട് അങ്ങോട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൊലപാതകങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും കുത്തും ജീവിതം അവസാനിപ്പിച്ച് കളയുകയൊക്കെ തോന്നുന്നത്. മറ്റത് കുടുംബ പശ്ചാത്തലത്തിലുള്ള വിവാഹത്തിന് വീട്ടുകാരും വരൻ്റെയും അതുപോലെ വധുവിൻ്റെയും ആൾക്കാർ പരസ്പര സമ്മതത്തോടെ അവർ ഇരുകൂട്ടരും ഇഷ്ടമാണോ എന്ന് ചോദിച്ച് അവർ കണ്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ നടത്തി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ വിവാഹം നടത്തി കൊടുക്കുന്നത്. അത് ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച് ആ വിവാഹം നിലനിൽക്കും. അതിൽ കുട്ടികളുണ്ടാവും, കുട്ടികളെ സംരക്ഷണം പിന്നെ അത് അവരുടെ ചുമതലയാവും. അങ്ങനെ ആ കുടുംബം മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇന്ത്യയിൽ കാണുന്നത്. അതിൽ നിന്നൊക്കെ മാറി ആധുനിക യുഗത്തിലെ ചിന്തയും ആധുനിക യുഗത്തിലെ പഠിപ്പും ആധുനിക യുഗത്തിലെ ഈ കുടുംബകാര്യത്തേക്കുള്ള വികലമായ ചിന്തകളും ഒക്കെ കൂടുമ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കോമൺ ആവും. ധാരാളം കുട്ടികൾ ഇതുപോലെ മരണപ്പെടുകയും, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയും, അല്ലെങ്കിൽ ഇയാളെ ഇതുപോലെ അവർക്ക് ഒരു പ്രഗ്നൻസി സമയത്ത് ഒളിച്ചോടുന്ന ആണുങ്ങളും. ഈ അടുത്ത കാലത്ത് ഞാൻ അങ്ങനെ ഒരു ലേഡി പറയുന്നത് കേട്ടു. അവർക്ക് 45-50 വയസ്സായി, ഇതുപോലൊരു സംഭവം ഉണ്ടായി, ഒരു കുട്ടിയുണ്ടായി. മറ്റേയാൾ നല്ല പ്രായത്തിലാണ് ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത്. അയാൾക്ക് നല്ല പ്രായമുണ്ട്, അയാൾക്കെതിരായിട്ടൊരു കേസ് കൊടുക്കാൻ നല്ല ഏജിഡ് മനുഷ്യനാണ്, ഒന്നും ചെയ്യാൻ മേല. പക്ഷേ കുട്ടി അയാളുടെയാണ്. അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള നിയമവിരുദ്ധമായ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ജീവിതം അവസാനിക്കുകയാണ് ഓരോരുത്തർ. അതുകൊണ്ട് ശിഥിലമായ ചിന്തകളും ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ചിന്തകളും എടുത്തുചാടിയുള്ള പ്രേമവും ഇങ്ങനെ നടത്തുന്നവരൊക്കെ അവരുടെ ഗതി ഇതാണ്. അതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോനയുടെ മരണം, അവരുടെ ഭർത്താവിനെ കൊന്നിട്ട് അവർ മരിക്കാൻ തീരുമാനിച്ച് അവർ പെട്രോൾ വാങ്ങിച്ച് രഹസ്യമായി കാറിൽ കൊണ്ടുവച്ച് മുൻവശത്ത് ഇരിക്കാതെ മനഃപൂർവ്വം അവർക്ക് സുഖമില്ല, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് പിന്നിൽ കിടക്കുന്നു. അത് തന്നെയല്ല, പ്രഗ്നൻ്റായ അവർക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണമോ ചികിത്സയോ ഒന്നും കൊടുക്കാത്തൊരു ഭർത്താവാണ് അയാളെന്ന് തോന്നുന്നു. കാരണം വിദേശ രാജ്യത്ത് നിന്ന് ജോലി സമയത്ത് ഓൺലൈനിൽ പരിചയപ്പെട്ടതാണ്. അങ്ങനെ കുടുംബ ബന്ധങ്ങളൊന്നുമില്ല, രണ്ടുപേരും സ്നേഹിച്ച് രണ്ടുപേരും കുടുംബത്തിൽ നിന്നെടുത്ത് ചാടി പോയവരാണ്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പോയെങ്കിൽ മാത്രമേ എവിടെയാണ് പാളിച്ച പറ്റിയത് ഇവർക്ക്, പെട്രോൾ വാങ്ങിച്ചത് ഈ സ്ത്രീ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. അത് വേറെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ചതാണോ, അതോ ഇയാളുടെ ഭർത്താവിൻ്റെ ഏതെങ്കിലും സ്ത്രീകൾ, പരിചയമുള്ള സ്ത്രീകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, അവരാണോ ഈ പെട്രോൾ വാങ്ങിച്ചത്. പെട്രോൾ വാങ്ങിച്ച ഭർത്താവ് അത് പിൻസീറ്റിൻ്റെ അടുത്ത് വെച്ച് അവർ പിൻസീറ്റിൽ കിടത്തിയതാണോ ഭർത്താവ്. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ എല്ലാ വഴികളും പോലീസ് നോക്കണം. അതിൽ കൃത്യമായ ട്രാക്കിൽ കൂടെ പോലീസ് മുന്നോട്ട് പോകണം. വേറൊരു സ്ത്രീയുടെ, പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം സജിൻലാൽ ഉള്ളതുകൊണ്ട് അതിലേതെങ്കിലും സ്ട്രോങ് ആയ സ്ത്രീയും സജിൻലാലൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണോ ഇത്? അതിൻ്റെ പുറത്താണോ? അങ്ങനെ ഇവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള
ഒരു പിക്ചറാണ് CCTV കിട്ടിയെന്ന് എനിക്ക് തോന്നണില്ല. അവരുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ അടുപ്പക്കാർക്കും ആ CCTV ദൃശ്യം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. കാരണം അവരുടെ നടപ്പ്, ഗേറ്റ്, വാക്ക്, അവരുടെ നോട്ടം, ഇതൊക്കെ കാണുമ്പോഴും അവരുടെ വേഷങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്, അല്ലെങ്കിൽ പെൺകുട്ടി ഇപ്പം നിന്ന വീട്ടിൽ, ആ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി ബന്ധുവിൻ്റെ വീട്ടിലാന്ന് പറയുന്നുണ്ട്. അവർ പോയി ഏത് സന്ദർഭത്തിൽ പോയി ഈ പെട്രോൾ വാങ്ങിച്ചു എന്ന് അവരെ ചോദ്യം ചെയ്യുമ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അന്വേഷണം കുറച്ചുകൂടെ വിപുലീകരിച്ച് ബുദ്ധിപൂർവമായിട്ട് പോലീസ് നീങ്ങണം. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, ആരാണ് ഇതിൻ്റെ കുറ്റവാളി? ഭർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള തീ കത്തലാണോ 1, അതോ ഭാര്യ സംഘടിപ്പിച്ചതാണോ 2, അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവിൻ്റെ കാമുകിമാരൂടെ ചേർന്ന് ഭർത്താവുമായി ഉണ്ടാക്കിയതാണോ? അങ്ങനെ 3 തരത്തിൽ ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒന്നിച്ചെന്ന് ഇത് അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.